കൊച്ചിയിൽ ഇ.ഡി. കേസിന്റെ മറവിലെ തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ. ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ 3 പേർ കൂടി വിജിലൻസിന് വിവരങ്ങൾ കൈമാറി. കൂടുതൽ പേരെ തട്ടിപ്പിനിരയാക്കി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രധാന ഇടനിലക്കാരൻ എന്നും കണ്ടെത്തൽ. ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സമൻസ് വിവരം പുറത്തുപോയതിലും അന്വേഷണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ആരൊക്കെയാണ് ഈ കേസിൽ സംശയത്തിന്റെ നിഴലിൽ ആയിരിക്കുന്നത്? ആരൊക്കെയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്? ഏത് തരത്തിൽ പുരോഗമിക്കുകയാണ് ഈ കേസിന്റെ അന്വേഷണം? ലക്ഷ്മി, നിലവിൽ 3 പരാതികളാണ് പുതുതായി വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ, അദ്ദേഹം ഈ കേസിലെ 1ാം പ്രതിയാണ്. ശേഖർ കുമാർ അടക്കം 4 പേരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു രഞ്ജിത്ത് വാര്യർ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, കേസിലെ 3ാം പ്രതിയാണ്. പക്ഷേ രഞ്ജിത്ത് വാര്യറിന് ഉന്നത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇയാളാണ് ഇതിലെ പ്രധാന ഇടനിലക്കാരനെന്നാണ് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത് വാര്യരായിരുന്നു ഇ.ഡി. ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ഈ പറയുന്ന ഇടനിലക്കാരായിട്ട് പരാതിക്കാരൻ്റെ അടുത്ത് സമീപിച്ച ആളുകളെയും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. രഞ്ജിത്ത് വാര്യർ തന്നെയായിരുന്നു മുഖ്യമായി ഈ പദ്ധതി, ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തിരുന്നതും എന്ന് വിജിലൻസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വിജിലൻസിന് കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്നു. കൂടാതെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഡിജിറ്റൽ തെളിവുകൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് വിജിലൻസ് ആരംഭിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനകത്ത് തന്നെ ഒരു ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ പരാതിക്കാർക്ക് അയക്കുന്ന സമൻസ്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇത്തരം തട്ടിപ്പുകാർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അത് തന്നെയാണ് ആഭ്യന്തര അന്വേഷണത്തിന് കാരണമായി മാറിയിരിക്കുന്നതും. എന്തായാലും കശുവണ്ടി വ്യാപാരി അയാൾ ഈ പരാതി വിജിലൻസിന് നൽകിയപ്പോൾ അതിൽ ചില കഴമ്പുണ്ടെന്ന് വിജിലൻസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കും കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റിന്റെ കേന്ദ്ര ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പരാതിക്കാർക്ക് കൊടുക്കുന്ന സമൻസുകൾ എങ്ങനെയാണ് തട്ടിപ്പുകാർക്ക് കിട്ടുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ഇ.ഡി. കേസിന്റെ മറവിൽ ഉള്ള തട്ടിപ്പിന്റെ വിവരങ്ങളാണിപ്പോൾ സഹിൻ ആന്റണി പങ്കുവച്ചത്.